ഹരേ രാമ ഹരേ കൃഷ്ണ. നാളെ ഇന്ദിര ഏകാദശിയാണ്. ഇന്ദിര ഏകാദശി എന്നാൽ അശ്വനി മാസത്തിലെ കൃഷ്ണപക്ഷ ദിവസമാണ് ഇന്ദിര ഏകാദശിയായി ആചരിക്കുന്നത്. ഇന്ദിരാദേവിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്രതമാണെന്നാണ് വിശ്വാസം. വ്രതം നോറ്റ് ലക്ഷ്മി നാരായണ പൂജ ചെയ്യുന്നത് ഉത്തമമാണ്. അന്ന് ചെയ്യുന്ന ദാനധർമ്മങ്ങൾക്കും ഇരട്ടി ഫലമുണ്ടാകും. പിതൃകർമ്മലോപം നികത്താനും പാപമോചനത്തിനും വിശേഷം. വ്രതം അനുഷ്ഠിക്കുന്നവൻ്റെയും അവൻ്റെ 10 തലമുറകളിലുള്ള പൂർവികരുടെ പാപമോചനത്തിനും അവർക്ക് സദ്ഗതി ലഭിക്കുന്നതിനും വഴിതെളിയിക്കുന്നു. ഏകാദശിക്ക് പ്രാമുഖ്യം കൽപ്പിച്ചിരിക്കുന്നതിനാൽ മുക്തിദായകമായ ആ വ്രതത്തിൽ നിന്ന് തന്നെ നമുക്ക് സൂര്യോദയത്തിന് ദശമി ബന്ധമുള്ള ഏകാദശിക്ക് ഭൂരിപക്ഷ ഏകാദശി എന്നും ദ്വാദശിക്ക് ബന്ധമുള്ള ഏകാദശിക്ക് ആനന്ദപക്ഷം എന്നും പറയുന്നു. ഏകാദശിയുടെ അവസാനത്തെ 15 നാഴികയും ദ്വാദശിയുടെ ആദ്യത്തെ 15 നാഴികയും കൂടിയതിനെ ഹരിവാസരം എന്നു പറയുന്നു. ഇഹലോക സുഖത്തിനും പരലോക സുഖത്തിനും ഫലം ദശമിയും ദ്വാദശിയും ഒരിക്കലും ഊണുമാണ്. ഏകാദശി നാൾ പൂർണ്ണ ഉപവാസം അനുഷ്ഠിക്കണം. ഇങ്ങനെ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നവർക്കായി വൈകുണ്ഠവാതിൽ തുറക്കപ്പെടും എന്നാണ് വിശ്വാസം. ഇന്ദിര ഏകാദശിയുടെ പാരണ സമയം 18:09:25 രാവിലെ 6:15 രാവിലെ 10:18 മധ്യയാണ് പാരണ വീടേണ്ട സമയം. എല്ലാവരും ഏകാദശി എടുക്കുമല്ലോ. എല്ലാവർക്കും ഇന്ദിര ഏകാദശി ആശംസകൾ. ഓം നമോ ഭഗവതേ വാസുദേവായ. സർവം കൃഷ്ണാർപ്പണമസ്തു.